Hello guys, welcome back to my YouTube channel. This is Sej Tango and you're watching Sej Tango Diary. അങ്ങനെ എൻ്റെ സോളോ ട്രിപ്പിൻ്റെ 4th കൺട്രിക്കാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷേ ഇത്തവണ 4th കൺട്രിക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാനിപ്പം ജർമ്മനിയിൽ നിന്നല്ലോ. എൻ്റെ അമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. സോ ശ്രീജാൻ്റെ ഫ്രണ്ട്സ്, ഹസ്ബൻഡ്, അങ്ങനെ കുട്ടികൾ എല്ലാവരും ഉണ്ട്. നമ്മൾ ട്രെയിനിൽ മാത്രമാണ് ഒന്നിച്ച് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആവും. സോ ഞാൻ എല്ലാവരും കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആൻറ്റിമാരൊന്നും ആക്ച്വലി ആൻറ്റിമാരല്ല, ഇവരൊക്കെ ചെറുതാണ്. അപ്പം ശ്രീജാൻ്റെ ഹലോ. പക്ഷേ ഗൈസ് ഇവരൊന്നും ആൻറ്റിമാരല്ല. എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നത്. ഹലോ. ഓ ഹലോ. ഇതാണ് ഗൈസ്. ഓ യാ, ഐ വിൽ ബ്ലർ ഹിസ് ഫേസ്. ഇതാണ് ഗൈസ് രണ്ട് കുട്ടികൾ. ഗോയിങ് ടു ചെക്ക് റിപ്പബ്ലിക്. എക്സൈറ്റഡ്? A little bit. Okay, a little bit. 5%. ഗൈസ് ലാസ്റ്റ് വ്ളോഗിൽ എനിക്ക് ഇവിടുത്തെ ചേട്ടന്മാരൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ചേച്ചിമാരെ ഓൾറെഡി കാണിച്ചല്ലോ, ചേട്ടന്മാരെ കാണിച്ചിട്ടില്ല. ഇതാണ് അരുൺ ചേട്ടൻ. അരുൺ ചേട്ടൻ ആരാ? ശ്രീജന്റെ ഹസ്ബൻഡ്. ഓ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ ശ്രീജന്റെ ഹസ്ബൻഡാണ്. ഓക്കെ, ഹലോ. ഇതാണ് ദിലീപ് ചേട്ടൻ. നിഷ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഓക്കെ. നിങ്ങൾ എക്സൈറ്റഡ് ആണോ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പ്രാഗിൽ പോകുമ്പോൾ? പിന്നെ എന്ത് പറ്റി ഭയങ്കര സൈലന്റ്? ഓവർ യെസ്, ഇവർ ആക്ച്വലി ഇങ്ങനെയല്ല, ഇവർ നല്ല വൈബാണ്. ഇപ്പൊ ക്യാമറയിൽ മാത്രം മിണ്ടാതിരിക്കുന്നതാണ്. സോ ഗൈസ്, നമുക്ക് പ്രാഗ് എത്താൻ പ്രാഗ് എന്ന് വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക്കിലുള്ള പോകുന്ന സ്ഥലമാണ് പ്രാഗ്. സോ പ്രാഗ് എത്താൻ നമുക്ക് 2 ട്രെയിൻസ് കയറണം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രെയിനിൽ നമ്മുടെ സ്റ്റോപ്പ് എത്താനായി. അവിടുന്ന് അടുത്ത ട്രെയിൻ കയറിയിട്ട് പോകണം. പക്ഷേ ഇവിടെ ആക്ച്വലി സ്നോഫോൾ ഉണ്ട്. അവിടെ വൈറ്റ് കളർ കാണുന്നതൊക്കെ സ്നോ ആണ്. പിന്നെ കുരൂരാന്ന് പറഞ്ഞ് പെയ്യുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് ട്രെയിനിൽ 5 hours ഇരിക്കണം, എന്നാലേ നമ്മൾ പ്രാഗിൽ എത്തുള്ളൂ. സോ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഗ്യാങ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഗ്യാങ്ങിൽ ഒരു മെമ്പർ. 5 hours and 45 minutes. ഓക്കെ, ഇതാണ് എൻ്റെ ഗ്യാങ്ങിൽ രണ്ടാമത്തെ ആള്. നമ്മൾ 3 ആളാണ് ഇപ്പം ഒരു ഗ്യാങ് ആയിട്ടിരിക്കുന്നത്. അഡൾട്ട്സ് ഒക്കെ അപ്പുറത്തും നമ്മൾ കുട്ടികൾ ഇപ്പുറത്തും. ഇവർക്കാകെ 10 വയസ്സുള്ളൂ. ഓക്കെ, ഡു യു റിയലി തിങ്ക് ഐ എം യുവർ വൈബ്? ആർ യു ഏബിൾ ടു വൈബ് വിത്ത് മീ? What does that mean? അവർ വൈബ് എന്നല്ല പറയാം, അവർ ഹാവ് ഫൺ എന്നാണ് പറയാം. സോ ഗൈസ്, ഞാൻ ഇവിടെ കിച്ചു ആക്ച്വലി നല്ല പോലെ ഡ്രോ ചെയ്യും. പിന്നെ അവന് എൻ്റെ ഫോൺ കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഡ്രോ ഇല്ലേ, അത് കൊടുത്തിട്ട് ഞാൻ അവനോട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ അവൻ എന്തോ വരച്ചിട്ടുണ്ട്. ഡിഡ് യു ഫിനിഷ് ദാറ്റ്? ഓക്കെ 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 ഗൈസ്, അവൻ ഫിനിഷ് ചെയ്തിട്ടില്ല. അവൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പറയും. അപ്പം ഞാൻ കാണിച്ചില്ല അവൻ എന്താ വരച്ചതെന്ന്. ആക്ച്വലി നമ്മൾ കുറേ നേരമായിട്ട് എന്തൊക്കെയോ പൊട്ടത്തരൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട്. വാട്ട് ആർ യു ഡൂയിങ് അച്ചു? So guys, Kichu വരച്ച് കഴിഞ്ഞു and he's gonna show us now. എനിക്ക് ആക്ച്വലി മലയാളം അറിയാം. ഓ, മലയാളം അറിയാം. ഓക്കെ, ഒന്ന് മലയാളത്തിൽ കാണിച്ചതാ. Neckil also. Okay. So you draw an arrow for his. See, ഈ സംഭവം അറിയാതെ ഞാൻ ക്ലിക്ക് ചെയ്താ. Okay. So guys, I missed. കിച്ചു വരച്ച നല്ല രസമുണ്ട്. അതിലല്ലേ let me see that hair, face, neck. ആക്ച്വലി അവൻ ഭയങ്കര ഇതായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അവൻ വരച്ച നല്ല രസമുണ്ട്. ഇനി നമുക്ക് എത്ര ഉണ്ട്? 3 more hours ഉണ്ട്. 3 more hours നമ്മൾ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. നോക്കട്ടെ. സോ ഗൈസ്, നമുക്ക് ബോറടിച്ച് ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് നമ്മളൊരു സാധനം ചെയ്യാൻ പോണേ. വാട്ട് ഇസ് ദാറ്റ്? യു ഷുഡ് ടോക്ക് ഇൻ മലയാളം. അപ്പോൾ ഇതൊരു ന്യൂട്ടലൻ്റെ ഒരു ചോക്ലേറ്റ്. നമുക്ക് ഇങ്ങനെ കുറച്ച് ടേബിൾസ് ഉണ്ട്. ഇത് ഇവിടെ വെച്ചിട്ട് You're gonna crush it. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡ് ആരെങ്കിലും പിടിക്കണം, അല്ലെങ്കിൽ മറ്റേ സൈഡിൽ പൊട്ടിത്തരും. എനിക്ക് അറിഞ്ഞോടെ അത് സംഭവിക്കാൻ ചാൻസ്. അപ്പൊ ആദ്യം ഞാനൊന്ന് ക്രഷ് ചെയ്യാൻ പോകുന്നല്ലേ? We're gonna crush it for the first time. Here. And go. Crush. Okay, I almost did it. Now you have a camera, man.
ഒരു ചമ്മന്തി വാങ്ങി ഞാൻ പറയാം. It didn't broke. Now his turn. അങ്ങനെ destroy. Yeah. ഞാൻ ഭയങ്കര ക്ഷമയോടെ കുറച്ച് ചെയ്തുള്ളൂ, ഇവരെല്ലാം കൂടെ എന്തൊക്കെ ചെയ്തു. ഓക്കെ, now we can open this. I'm gonna open this. Are you guys excited? Okay. How's it? It's actually good. Yeah. Okay, that's good. Oh no. Wait. That's me. It's good. So guys, നമ്മൾ finally എവിടെ എത്തി? Prague in Czech Republic. അപ്പോൾ നമ്മൾ ഇനി ഒന്നിച്ചൊരു ലഞ്ച് കൂടെ കഴിച്ചിട്ട് ഞാൻ പോവും. നമ്മൾ അവനെ പറ്റിച്ചോ, സ്നേഹിലാന്ന് ഇവിടുത്തെ ലഞ്ച് പറഞ്ഞിട്ട്. അച്ഛൻ ഞാൻ പോവാന്ന്. എന്നോട് അച്ഛൻ പറയാ യു ആർ മൈ സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. ഇതാണ് ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. You will stay forever. You are my new sister. I'll be there for you. I'll be there for you. പാവം പ്രാവുകൾ പിച്ച വെച്ചു നടന്നോട്ടേ. ഗൈസ്, എന്നോട് ഇനി ഒറ്റയ്ക്ക് പോകുമ്പോൾ എൻ്റെ ലഗേജ് ഒറ്റയ്ക്ക് ക്യാരി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ലഗേജും ക്യാരി ചെയ്തവൻ. Because you will have to do a lot of care. കുറെ ക്യാരി ചെയ്യണം കുറച്ച് നേരം കഴിഞ്ഞ്. പാവം നല്ല കുട്ടികൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഗായ്സ്, അവരെല്ലാവരും പോയി. ഞാൻ എൻ്റെ എൻ്റെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ഞാൻ അവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം രാവിലെ നേരത്തെ എണീറ്റ് കുറേ നേരം ട്രെയിനിലിരുന്ന് ഞാൻ ഭയങ്കര ടയർഡായി. സോ ഇന്ന് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പ്രാഗിനെപ്പറ്റി ആക്ച്വലി വലിയ അറിവൊന്നും ഇല്ല. എന്നോട് ശ്രീജാൻ്റെ പ്രാഗിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഇന്ന് ഞാനും ഉണ്ടെന്ന് പറഞ്ഞുള്ള രീതിക്ക് ലൈക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ, മെയിൻ അട്രാക്ഷൻസ് എന്താണെന്ന്, ക്രിസ്മസിന് എന്തൊക്കെ അവിടെ പരിപാടി എന്നൊക്കെ നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോയിട്ടിരിക്കും. ഇനിയിപ്പോൾ മേ ബി ഞാൻ രാത്രി ക്രിസ്മസ് മാർക്കറ്റിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഇന്ന് 24 ആണ്, നാളെ 25 ആണ്. നാളെ ഇനി ചിലപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നോക്കിയിട്ട് പോവാം. സോ ഇപ്പം ഞാൻ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇന്ന് ആക്ച്വലി ക്രിസ്മസ് ഈവ് ആണ്, നാളെയാണ് ക്രിസ്മസ്. ഞാൻ ഇപ്പം ഉള്ളത് പ്രാഗിലാണ്. പ്രാഗ് ആക്ച്വലി ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു കൺട്രിയിലാണ്. അപ്പോൾ ആക്ച്വലി ഇതെൻ്റെ സോളോ ട്രിപ്പിൻ്റെ 4th കൺട്രിയാണ്. ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ വിചാരിച്ചില്ല ഫസ്റ്റത്തെ സോളോ ട്രിപ്പിൽ 4 കൺട്രീസ് കവർ ചെയ്യാൻ പറ്റുമെന്ന്. ആൻഡ് ഇവിടെ അടുത്തൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നടക്കാന്ന്. കാരണം ഞാൻ ഇപ്പം റോം ആയാലും പാരീസ് ആയാലും ഏറ്റവും കൂടുതൽ അവിടെ മനസ്സിലാക്കിയത് നടക്കുമ്പോഴാണ്. ആക്ച്വലി ഞാൻ ഇപ്പം അന്ന് എത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്ത് ഒരു 1 hour ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വരുമ്പോൾ ഇട്ട ഡ്രസ്സാണ്. സോ ഫസ്റ്റ് ക്രിസ്മസ് ഈവ് ആണ് നാളെ. ക്രിസ്മസിന് ഇവിടെ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ക്ലോസ്ഡ് ആവാനാണ് ചാൻസ്. സോ എനിക്ക് നാളത്തേക്ക് ക്രിസ്മസ് വ്ലോഗ് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ച് ഫുൾ ക്ലോസ്ഡ് ആയിട്ട് എനിക്ക് ചമ്മാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇന്ന് നൈറ്റ് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി 7 ആയി. ഓക്കെ, നൈറ്റ് ആയി. അപ്പോൾ ആദ്യം ഔട്ട്ഫിറ്റ് മാറ്റാം. ഞാനൊരു ക്രിസ്മസ് വൈബി ഡ്രസ്സ് ഇട്ടിട്ട് വരാം. സോ ഹലോ ഗായ്സ്. അയ്യോ എവിടെ ഞാൻ ഫേസ് ഡിക്റ്റേറ്റിംഗ് മോഡായിട്ട് എന്തോ ആയി. സോ ഗായ്സ്, ഹിയർ ഈസ് മൈ ഫൈനൽ ലുക്ക്. ഞാനൊരു മിനി സ്കേർട്ട് റെഡും പിന്നെ ഒരു വൈറ്റ് ക്രിസ്മസ് ട്രീസിൻ്റെ ഒക്കെ കുറച്ച് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉള്ള ടോപ്പാണ് ഇട്ട് പെർഫെക്റ്റ് ഫോർ ക്രിസ്മസ്. ഞാൻ ഇത് രണ്ടും വാങ്ങിയത് പാരീസിൽ നിന്നാണ്. സോ ഐ ഹാവ് ദിസ് കൂൾ ജാക്കറ്റ്. ഞാൻ പാരീസിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഓൾ താങ്ക്സ് ടു സൽമാൻ. അപ്പോൾ സൽമാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല. ബട്ട് ഫൈനലി ഞാൻ ഇങ്ങനെയാണ് ഇത് സ്റ്റൈൽ ചെയ്ത്. ബട്ട് എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ നേരെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകണം. ബട്ട് ഐ ഗെസ് അവിടെയൊക്കെ ക്ലോസ് ചെയ്തു എന്ന്. സോ യാ, ആൻഡ് ആക്ച്വലി എൻ്റെ സോക്സ് നിങ്ങൾ കണ്ടോ? ഇതെനിക്ക് ചേച്ചി വാങ്ങിച്ചെന്താണ് കംപ്ലീറ്റ് ക്രിസ്മസ് വൈബുള്ളൊരു സോക്സ്. പക്ഷെ ഇതിൻ്റെ കൂടെ ഇടാൻ എനിക്ക് ചെരുപ്പില്ല. എനിക്ക് ആകെ ഉള്ളത് ഈ ബൂട്ട്സ് ആണ്. സോ ഈ ബൂട്ട്സും ഇതും കൂടെ ഇട്ടാൽ ആക്ച്വലി ഇത് ചേരുമോന്ന് പോലും എനിക്കറിയത്തില്ല. ബട്ട് I really wanted to wear this socks tonight. Seriously. അതുകൊണ്ട് വിയേർഡായാലും കുഴപ്പമില്ല, എല്ലാം ഫാഷനാണ്. ഞാൻ ഇതിടാൻ പോവാണ്.
സോ ഗൈസ് ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും ക്ലോസ്ഡ് ആണ്, എല്ലാവിടെയും. അപ്പം എനിക്ക് തോന്നുന്നില്ല ക്രിസ്മസ് മാർക്കറ്റ് സ്റ്റിൽ ഓപ്പൺ ആയിരിക്കുമെന്ന്. കാരണം ഇവിടെ നിന്ന് സ്ട്രീറ്റ് ലൈറ്റും പിന്നെ കുറച്ച് ഷോപ്സും ആൾക്കാരും മാത്രമേ ഉള്ളൂ, അല്ലാതെ കുറേ ഷോപ്സ് ഒന്നും ഇല്ല. എല്ലാ ഷോപ്സും ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്. ഞാൻ KFCക്കാണ് പോകുന്നത്. ഐ ഹോപ്പ് അത് ക്ലോസ് ചെയ്തിട്ടില്ല എന്ന്. കാരണം അതും കൂടെ ക്ലോസ് ചെയ്ത് എനിക്ക് രാത്രി ഇനി ഡിന്നർ കഴിക്കാൻ വേറെ വഴിയില്ല. KFCക്ക് ഇനിയും 2.7 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അടുത്താണ് ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ അവിടെ ടൈമിനൊക്കെ എത്തുന്നു. ക്ലോസ് ചെയ്യാനുള്ള എല്ലാ സൺസിനെ കാണുന്നുണ്ട്. ഓക്കെ, ദൈവമേ, ഇരുട്ടത്തിൽ കൂടെ പോവാനോ? ഇല്ല, ഞാൻ നേരെ പോട്ടെ. ഏതോ കാട്ടിൽ കൂടെ വഴി കാണിക്കുന്നു. ആ ഇരുട്ടത്തിൽ കൂടെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇത് കൂടെ ഞാൻ റോട്ടിൽ കൂടെ പോവാം. കിലോമീറ്റർ കൂടുതലാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. റോഡാണ് സേഫ്, ബിക്കോസ് ലൈറ്റ്സ് ഉണ്ട്, ആൾക്കാരുണ്ട്. സോ പോവാം. സോ ഗൈസ്, സ്ലോ മോഷൻ കളിച്ച് ഞാൻ നടന്നു കഴിഞ്ഞാൽ KFCയും ക്രിസ്മസ് മാർക്കറ്റും എല്ലാം അടച്ച പാട്ടിനെ കിടക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ടാക്സി പിടിച്ചു. ഇവിടെ ബോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണുള്ളത്. സോ അവിടെ ഞാൻ ടാക്സി പിടിച്ചു. അപ്പം എന്നെ അവിടെ കൊണ്ടുപോവാണ്. എൻ്റെ മനസ്സ് പറയുന്ന ക്രിസ്മസ് മാർക്കറ്റ് അടച്ചു എന്നാണ്. ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് സിറ്റി സെൻറ്ററിലേക്ക് എത്തി. ഇവിടെ നല്ല ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ. സോ ഗൈസ്, ഞാനിവിടെ കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടു. അപ്പം അവരോട് പറഞ്ഞിട്ട് ഞാനിപ്പം പെപ്സി വാങ്ങിച്ചു. പക്ഷേ ഇവിടെ അൺലിമിറ്റഡ് പെപ്സിയും അൺലിമിറ്റഡ് ഐസും ആണ്. ഇത്ര വട്ടമാണെങ്കിലും റീഫിൽ ചെയ്യാം. നല്ല പരിപാടി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ സെക്കൻഡ് ഗ്ലാസ് പെപ്സിയാണ്. സോ ഗൈസ്, ലാസ്റ്റ് ക്ലിപ്പ് ഞാൻ എന്തോ എടുത്തതാണ്. അത് അതിൻ്റെ മുന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ ആക്ച്വലി ഇന്നലെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇന്ന് എൻ്റെ പ്രാഗിലെ ലാസ്റ്റ് ഡേ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ സോളോ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ. സോ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ചെയ്യാം. ഇപ്പം ഞാൻ പ്രാഗിൽ വന്ന ഷോപ്പിംഗ് അല്ലല്ലോ മെയിൻ, പ്രാഗ് എന്താണെന്ന് അറിയുന്നതാണല്ലോ മെയിൻ. അപ്പം ഞാൻ പ്രാഗിലെ കുറച്ച് മെയിൻ അട്രാക്ഷൻസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഐസ് സ്കേറ്റിംഗ് എനിക്കിതിൽ പോകണമെന്നുണ്ട്. പക്ഷെ ഞാൻ തലയും കുത്തി വഴിക്ക് വീഴും. ഐസ് ലൈക്ക് സ്നോ ആണ്. നമുക്കൊരു കുട്ടി സോ ബ്യൂട്ടിഫുൾ, രസമുണ്ട്. മസാജ് ഇൻ പ്രാഗ്, മസാജ് ചെയ്തരും തോന്നുന്നു. €10 കൊടുത്താൽ തായ് മസാജ്. മിക്കവാറും ഞാൻ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ഒരു ക്ലോക്കിൻ്റെ അടുത്തേക്കാണ്. ഓക്കെ, ഞാൻ ക്ലോക്ക് എത്തുമ്പം ഞാൻ ക്ലോക്കിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രാഗ് ഇതിന് മുന്നേ ഒക്കെ നമ്മൾ പോയ കൺട്രീസ് ഇല്ല, അതിനേക്കാൾ ഭയങ്കര കോൾഡാണ്. മോർണിംഗ് ഒക്കെ -2 ആയിരുന്നു. ആൻഡ് ഇപ്പം എനിക്ക് തോന്നുന്നു 1 ആണ് എന്ന് ടെമ്പറേച്ചർ. ബട്ട് സ്റ്റിൽ ഭയങ്കര തണുപ്പ്. ആൻഡ് നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ക്രിസ്മസ് വൈബി, ക്രിസ്മസ് ട്രീസ്, ക്രിസ്മസ് ഡെക്കറേഷൻസ് നല്ല കാണിച്ചു തരാം. ഗൈസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ക്ലോക്കിന് മുന്നിലാണ്. ഇതാണ് വേൾഡിലെ 3rd ഓൾഡസ്റ്റ് ആസ്ട്രോണോമിക്കൽ ക്ലോക്ക്. ഇത് 1410, അതായത് 1410 ഇവിടെ ടൗണിൽ കൊണ്ടുവച്ചതാണ്. ആൻഡ് സ്റ്റിൽ ഇത് വർക്കിംഗ് ആണ്. സോ വേൾഡിലെ 3rd ഓൾഡസ്റ്റ് ആണെങ്കിലും വേൾഡിൽ ഇത്രയും പഴക്കമുള്ളത് ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ളത് പ്രാഗിലുള്ള ഈ ഒരു ക്ലോക്കാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ക്ലോക്കിൽ ക്ലിങ് ക്ലിങ് സാധനം അടിക്കും. ഇത്രയും ഇവിടെ ആൾക്കാർ മൊത്തം ഈ ഒരു ക്ലോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ആൾക്കാർ മൊത്തം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. ഞാൻ ആരുടെങ്കിലും എനിക്കൊരു ഫോട്ടോ എടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു. സോ ഗൈസ്, അതായിരുന്നു ആസ്ട്രോണോമിക്കൽ ക്ലോക്ക്. ആൻഡ് ഇതിൻ്റെ ചുറ്റും കുറേ പള്ളികളും കുറേ വലിയ നല്ല ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ആക്ച്വലി ഓക്കെ, എൻ്റെ ബാക്കിലുള്ളത് ആക്ച്വലി ആ ക്ലോക്കിൻ്റെ ബാക്കിയുള്ള ബിൽഡിംഗ് ആണ്. ഇവിടെ എല്ലാം നല്ല രസമുണ്ട്. ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എൻ്റെ സ്റ്റോറേജ് തീരും. അത്രയും ബ്യൂട്ടിഫുൾ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം. ആക്ച്വലി ഇത് ഭയങ്കര 2001 ഭയങ്കര ദാരിദ്ര്യത്തിലുണ്ടായിരുന്ന ഒരു കൺട്രി ആയിരുന്നു പ്രാഗ്. യൂറോപ്യൻ യൂണിയൻ സംതിങ് അവരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടും അങ്ങനെയാണ് ഈ കൺട്രി ആക്ച്വലി ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നത്. ആൻഡ് ബൈ 2005 and 2006 ആയപ്പോഴത്തേനും ഈ കൺട്രി സെറ്റായി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞ ഹിസ്റ്ററീസ്. അതൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ കുറച്ച് എൻ്റെ ഫോട്ടോസ് എടുക്കട്ടെ.
സോ ഗൈസ് ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു ചേർച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് പോലെ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അയ്യോ നല്ല രസമുണ്ടായിരുന്നു. ഗൈസ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ചാൾസ് ബ്രിഡ്ജിലേക്കാണ്. സോ ഈ ചാൾസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് പ്രാഗിലത്തെ ഒരു ബ്രിഡ്ജാണ്. ആൻഡ് ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ പണ്ട് ഭരിച്ച രാജാക്കന്മാരുടെ മറ്റേ പാലസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജസ്റ്റ് വൺ പാലസ് അല്ല, കുറേ പാലസ് ഉണ്ട്. അതുകൊണ്ട് ഒരു എന്തോ കോംപ്ലക്സ് പാലസോ അങ്ങനെ എന്തോ കോംപ്ലക്സ് കാസൽ സംതിങ് അങ്ങനെ എന്തൊക്കെയാണ് വിളിക്കല്, നേരെ അറിയില്ല. പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചാൾസ് ബ്രിഡ്ജ് ഈ ഹോൾ ഗ്ലോബിലുള്ള ഫിലിം ഇൻഡസ്ട്രീൻ്റെ ഒരു മെയിൻ ഷൂട്ടിംഗ് സ്പോട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോളിവുഡിൽ കുറേ പടങ്ങളുടെ സോങ്സും പടങ്ങളും എന്തൊക്കെയോ അവിടെ ഷൂട്ട് നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല സ്പൈഡർമാൻ്റെ ഷൂട്ട് അവിടെ വെച്ച് നടന്നിട്ടുണ്ട്, മിഷൻ ഇമ്പോസിബിളിൻ്റെ ഷൂട്ട് അവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണ് ആ ബ്രിഡ്ജ്. സോ ആ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് ആക്ച്വലി ഒരു 500 meters ഉണ്ട്. നടക്കുമ്പോൾ നല്ല രസമുണ്ട്. മുഖത്ത് വെയിലടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് സ്പൈഡർമാൻ്റെ ഒരു ഷൂട്ടൊക്കെ മുകളിലൊക്കെ. ഇപ്പോൾ എന്തോ ഗൈസ് കുറേ സ്റ്റോഴ്സും ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആണെങ്കിലും അവിടെ കുറേ ക്രിസ്മസ് മാർക്കറ്റ്സ് ഉണ്ട്. വലിയ ക്രിസ്മസ് മാർക്കറ്റൊന്നും ഇല്ല, കുഞ്ഞു ക്രിസ്മസ് മാർക്കറ്റ്സ്. ഞാനിവിടെ എന്തെങ്കിലും നല്ലതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ബട്ട് ഇവിടെ ഒന്നുമില്ല, വെറുതെ വന്നു. തിരിച്ചു പോവാം. ഗൈസ് ഇവിടെ ഞാൻ ഒരു ക്യാൻഡി ഷോപ്പ് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികൾക്കൊക്കെ കൂടെ ഒരു ക്യാൻഡീസ് വാങ്ങാമെന്ന്. നിറയെ ക്യാൻഡീസ് ഉണ്ട്. വാ, വില കൂടുതലാണോ എന്നാണ് ഞാൻ നോക്കുന്നത്. ടെന്നീസ് ബോളിൻ്റെ ഗൈസ് ഇവരുടെ പരിപാടി കൊള്ളാം. നമ്മൾ ഒരു കവർ എടുക്കണം, അതിനുശേഷം നമ്മൾ ഈ ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കണം. 100 grams-ന് 95 ഇവിടുത്തെ കറൻസിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനകത്ത് എത്ര വേണമെങ്കിലും എടുക്കാൻ വേണ്ടി അത് എത്രയാണോ വെയിറ്റ് ആവുന്ന ആ കറൻസി എടുത്ത് കൊടുത്താൽ മതി. സോ ഞാൻ ഏതൊക്കെ ചോക്ലേറ്റ്സ് എടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഷോർട്സിൽ കാണിക്കാം. ഓക്കെ, സോ ഞാൻ എടുക്കട്ടെ. കുറേ ഉണ്ട് ഇവിടെ, കാണിച്ചു തരാം. ഗൈസ് ഞാനിവിടെ എല്ലാം ഹാൻഡ് മെയ്ഡിൽ ചെയ്യുന്ന ഒരു കട കണ്ടു. എൻ്റെ അവിടെ നല്ല ക്യൂട്ട് ബ്രേസ്ലെറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മക്കും ചേച്ചിക്കും എനിക്കും ഞാൻ വാങ്ങി കാണിച്ചു തരാം. അമ്മക്ക് വാങ്ങിയത് ഈ കളറാണ്, എനിക്കും ചേച്ചിക്കും ഞാൻ ഈ കളർ വാങ്ങി. ഫുൾ ഹാൻഡ് മെയ്ഡാണ്. മറ്റേ ഡെറ്റോളിൻ്റെ കുപ്പിയിലൊക്കെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹാൻഡ് മെയ്ഡാ പറഞ്ഞാൽ കുറേ പൈസ ഒക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ചിലത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന് ഞാൻ 3 ബ്രേസ്ലെറ്റ് വാങ്ങി. ഗൈസ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ സൺസെറ്റായി. ഇവിടെ 4 മണിയാൽ തന്നെ സൺസെറ്റാണ്. എൻ്റെ ബാക്കിൽ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് നിങ്ങൾക്ക് കാണാം. ആൻഡ് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഫോഗ്. ആ മല മൊത്തം മൂടിക്കിടക്കുക. ആക്ച്വലി ഒരു പുക, ഈ വായിക്കൊണ്ട് വരുന്ന പുക പോലെ. നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സാധനം. ആക്ച്വലി ഞാൻ നല്ല രസമുണ്ട്, മുഖത്ത് ലൈറ്റൊക്കെ അടിച്ചിട്ട്. ആൻഡ് ബാക്കിൽ ബ്യൂട്ടിഫുൾ സൺസെറ്റ്, നല്ല ഭംഗിയുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ഞാൻ വേഗം പോയി ക്യാബ് ബുക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഫോൺ ഓഫായി തെണ്ടി പോകും. മാപ്പ് പോലും ഇടാൻ അറിയത്തില്ല.